വയോധികയായ ഒരു സ്ത്രീ തന്റെ വീടിന് മുന്നിൽ വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് വെച്ചു. അത് കണ്ട് അയൽക്കാരായ ചെറുപ്പക്കാരികൾ അവരെ നോക്കി ചിരിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഈ പഴകി ദ്രവിച്ച വീട് ആര് വാങ്ങിക്കാനാണ്? സൗജന്യമായി കൊടുത്താൽ പോലും ആളെ കിട്ടില്ല, അവർ പറഞ്ഞു. അവരുടെ പേര് മാർഗരറ്റ് എന്നായിരുന്നു. ടെക്സാസിന് സമീപത്തെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. ചെറുതും ലളിതവുമായ ആ പഴയ വീട്ടിൽ അവർ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വലിയ പ്രത്യേകതയൊന്നുമില്ലാതിരുന്ന ആ വീടിന്റെ മേൽക്കൂര ദ്രവിച്ചതും മതിലുകൾ പൊട്ടിയതുമായിരുന്നു. വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു ഓറഞ്ച് മരമുണ്ടായിരുന്നു. അവർക്ക് അത് വളരെയേറെ പ്രിയപ്പെട്ടതായിരുന്നു. ആ വീട്ടിലാണ് അവർ തന്റെ മകനെ വളർത്തിയത്. പിന്നാമ്പുറത്തെ ഓറഞ്ച് മരത്തിനു ചുവട്ടിൽ അവരുടെ ഭർത്താവ് അന്ത്യവിശ്രമം കൊള്ളുന്നു. ആ വീടിനുള്ളിലാണ് അവർ തന്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത്. എന്നാൽ ഇന്ന് അവർക്കേറെ വയസ്സായിരിക്കുന്നു. ജീവിതം വളരെ ബുദ്ധിമുട്ടിലായി. പെൻഷൻ തുക ഒന്നിനും തികയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീട് വിറ്റ് ആശുപത്രിക്ക് സമീപം എവിടേക്കെങ്കിലും മാറി താമസിക്കാൻ അവർ തീരുമാനിച്ചു. ആ ദിവസം രാത്രി തന്റെ റോക്കിംഗ് ചെയറിലിരുന്ന് പഴയകാല ആൽബം മറിച്ചു നോക്കിക്കൊണ്ട് അവർ തന്റെ ഭർത്താവിനോട് മാപ്പു പറഞ്ഞു. പ്രിയനെ, എന്നോട് ക്ഷമിക്കണം, എനിക്കിത് വിൽക്കാതെ വേറെ തരമില്ല. അടുത്ത ദിവസം രാവിലെ മാർഗരറ്റ് വീടിന് പിന്നാമ്പുറത്ത് നിൽക്കുമ്പോൾ അവരുടെ വീടിന് മുന്നിൽ വില കൂടിയ ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്ന് സ്യൂട്ട് ധരിച്ച ഒരു മനുഷ്യൻ പുറത്തേക്കിറങ്ങി. അയാൾ അവരുടെ അടുത്തേക്ക് വന്ന് ഇപ്പോഴും ഈ വീട് വിൽപ്പനയ്ക്കുണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ വലിയ ആഡംബരമൊന്നുമില്ലാത്ത ഒരു സാധാരണ വീടാണ് തൻ്റെതെന്ന് അവർ മറുപടി പറഞ്ഞു. അയാൾ പറഞ്ഞു, എനിക്ക് ആഡംബരം പ്രധാനമല്ല. റെയ്മണ്ട് എന്നയാൾ ഈ വീട്ടിലല്ലേ താമസിച്ചിരുന്നത്? അവർ ചോദിച്ചു, എൻ്റെ ഭർത്താവിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, എൻ്റെ ജീവിതം രക്ഷിച്ച ആളാണ് റെയ്മണ്ട്. ബാല്യത്തിൽ അനാഥനായി തെരുവിൽ അലഞ്ഞുതിരിഞ്ഞ വ്യക്തിയാണ് ഞാൻ. റെയ്മണ്ടാണ് തന്നെ തെരുവിൽ നിന്ന് കണ്ടെത്തി വായിക്കാൻ പഠിപ്പിച്ചു, ആഹാരം തന്നു, പിന്നീട് സ്കൂളിൽ അയച്ചു. തന്റെ പഠന കാലയളവിൽ വിദ്യാഭ്യാസ ചെലവ് വഹിച്ചതും എല്ലാവർക്കും ജീവിതത്തിൽ രണ്ടാമതൊരവസരം വേണം എന്ന് പറഞ്ഞു പഠിപ്പിച്ചതും റെയ്മണ്ടാണ് എന്നയാൾ ഓർത്തു. താൻ ഈ വീട് വാങ്ങുകയാണെന്നും എന്നാൽ മാർഗരറ്റ് ഒരിക്കലും അവിടെ നിന്ന് താമസം മാറേണ്ടതില്ലെന്നും അയാൾ പറഞ്ഞു. റെയ്മണ്ടിന്റെ ഓർമ്മകളുള്ള പരിശുദ്ധമായ ഈ വീട്ടിൽ നിങ്ങൾ ജീവിതാവസാനം വരെ കഴിയണമെന്നും അയാൾ പറഞ്ഞു. ഇതെല്ലാം കേട്ട മാർഗരറ്റ് കരയാൻ തുടങ്ങി. അവരെ പരിഹസിച്ച അയൽക്കാരൊക്കെ അതിശയത്തോടെ അത് നോക്കി നിന്നു. കാർലോസ് എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര്. ആ പ്രദേശത്തെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിരുന്നു ആ വ്യക്തി. എന്നാൽ പണത്തിനപ്പുറം വലിയ നന്മയുള്ള മനുഷ്യനായിരുന്നു കാർലോസ്. തൊട്ടടുത്ത ആഴ്ച അയാൾ ആ വീട് നവീകരിച്ചു. എന്നാൽ ഓറഞ്ച് മരത്തിനെയോ മതിലിലെ ഫോട്ടോകളെയോ റോക്കിംഗ് ചെയറിനെയോ അയാൾ സ്പർശിച്ചില്ല. ഓരോരുത്തരും തന്റെ ജീവിതകാലത്ത് ചെയ്യുന്ന നന്മകൾക്കുള്ള പ്രതിഫലം ഇവിടെ തന്നെ ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. അവയൊന്നും വിസ്മരിക്കപ്പെടുന്നില്ല.